കൊച്ചി വിമാനത്താവളത്തിൽ സജ്ജമായ രാജ്യത്തെ ഏറ്റവും വലിയ എയ്റോ ലോഞ്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ നാടിന് സമർപ്പിച്ചു. വിമാന കമ്പനികൾക്കായുള്ള ദക്ഷിണേന്ത്യയിലെ ഹബ്ബ് എന്ന നിലയിൽ പ്രവർത്തിക്കാൻ സിയാൽ സജ്ജമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. സിയാലിൽ 550 കോടി രൂപയോളം ചെലവിട്ട് നടത്തുന്ന രാജ്യാന്തര ടെർമിനൽ വികസനം അടുത്ത 3 വർഷത്തിനുള്ളിൽ പൂർത്തിയാക്കാനാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായും മുഖ്യമന്ത്രി പറഞ്ഞു. സാമൂഹിക പ്രതിബദ്ധത ഉയർത്തിപ്പിടിച്ചുകൊണ്ട് യാത്രക്കാരുടെ ക്ഷേമത്തിനായി ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ സിയാലിൽ ആസൂത്രണം ചെയ്തു വരികയാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. അതിന്റെ ഭാഗമാണ് 550 കോടി രൂപയോളം ചെലവിട്ട് നടത്തുന്ന രാജ്യാന്തര ടെർമിനൽ വികസനവും 160 കോടി രൂപ ചെലവിട്ട് നിർമ്മിക്കുന്ന കൊമേഴ്സ്യൽ സോൺ വികസനവും. വിമാനത്താവള സ്വകാര്യവൽക്കരണം രാജ്യത്ത് തകൃതിയായി നടക്കുമ്പോൾ സംസ്ഥാനത്ത് നടപ്പാക്കിയ മോഡൽ അനുകരണീയമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. കൊച്ചി വിമാനത്താവളത്തിൽ സജ്ജമായ രാജ്യത്തെ ഏറ്റവും വലിയ എയ്റോ ലോഞ്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. വിമാനത്താവളങ്ങൾ ഉൾപ്പെടെ പൊതുമേഖലയിൽ നിലനിൽക്കുന്ന സ്ഥാപനങ്ങളെ പൂർണ്ണമായും സ്വകാര്യ മേഖലയ്ക്ക് തീരെഴുതി നൽകണമെന്ന വാദം ശക്തമാകുന്നൊരു കാലമാണിത്. എന്നാൽ സംസ്ഥാനത്ത് നടപ്പാക്കിയ ഈ മോഡൽ തീർത്തും അനുകരണീയമായ ഒന്നാണെന്ന് ഏവരും സമ്മതിക്കും. നമ്മുടെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഇവിടെ വിൽപ്പനക്ക് വെക്കുമ്പോൾ അത് ഏറ്റെടുത്ത് നടത്തുന്ന സമീപനമാണ് സംസ്ഥാന സർക്കാർ കൈക്കൊള്ളുന്നത്. മന്ത്രി പി രാജീവ് അധ്യക്ഷനായിരുന്ന ചടങ്ങിൽ മന്ത്രി കെ രാജൻ, പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ, വിമാനത്താവള MD എസ് സുഹാസ്, ഡയറക്ടർ MA യൂസഫ് അലി, മറ്റ് ജനപ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. അഫോർഡബിൾ ലക്ഷറി എന്ന വിപ്ലവകരമായ ആശയത്തിൽ നിർമ്മിച്ച 0484 എയ്റോ ലോഞ്ചിലൂടെ മിതമായ മണിക്കൂർ നിരക്കുകളിൽ പ്രീമിയം എയർപോർട്ട് ലോഞ്ച് അനുഭവമാണ് സിയാൽ ജനങ്ങൾക്കായി ഒരുക്കിയിട്ടുള്ളത്. സെക്യൂരിറ്റി ഹോൾഡ് മേഖലയ്ക്ക് പുറത്തായി ബിസിനസ് ജെറ്റ് ടെർമിനൽ സ്ഥിതി ചെയ്യുന്ന ടെർമിനൽ 2 ചേർന്ന് തന്നെ ഒരുക്കിയിട്ടുള്ള ഈ ലോഞ്ച് യാത്രക്കാർക്കും സന്ദർശകർക്കും ഒരുപോലെ ഉപയോഗിക്കാനാകും. 50,000 ചതുരശ്ര അടിയിലായി 37 മുറികൾ, 4 സ്യൂട്ടുകൾ, 3 ബോർഡ് റൂമുകൾ, 2 കോൺഫറൻസ് ഹാളുകൾ, ഒരു വർക്കിംഗ് സ്പേസ്, ജിം, സ്പാ, ലൈബ്രറി, റെസ്റ്റോറൻറ്റ് എന്നിവയെല്ലാം ഈ ലോഞ്ചിലുണ്ട്. കൈരളി ന്യൂസ്, കൊച്ചി.